CPIM സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറിയെ വിമർശിച്ചുവെന്ന വാർത്ത തള്ളാതെ പി ജയരാജൻ. വിമർശനവും സ്വയം വിമർശനവും പാർട്ടിയുടെ സവിശേഷതയാണെന്ന് ജയരാജൻ ഫേസ്ബുക്കിൽ പറയുന്നു. ഇപ്പോൾ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത പാർട്ടിയെ തകർക്കാനാണെന്നും പി ജിയുടെ പോസ്റ്റിലുണ്ട്. വിവരങ്ങളുമായി ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ RSS പരാമർശം അത് വലിയ വിവാദമായതാണ്. പ്രത്യേകിച്ചും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് അത് ബാധിച്ചു എന്നതടക്കമുള്ള വിമർശനങ്ങൾ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം ഉയർന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ വന്നതാണ്. ഇതിപ്പോൾ പി ജയരാജന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അത് ഏത് പശ്ചാത്തലത്തിലാണ്? എന്താണ് ഈ പോസ്റ്റിന്റെ ഉള്ളടക്കം? CPIM സംസ്ഥാന സമിതിയിൽ MV ഗോവിന്ദന്റെ RSS സഹകരണ സമിതി പ്രസ്താവനയെ പി ജയരാജനെ വിമർശിച്ചുവെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. പി ജയരാജന്റെ പേര് വെച്ച് ചില ദിനപത്രങ്ങളും ഈ വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതിനുള്ള മറുപടിയായാണ് ഫേസ്ബുക്കിൽ പി ജയരാജന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. മാധ്യമങ്ങളിൽ തന്റെ പേരുമായി ബന്ധപ്പെട്ട വാർത്ത കാണുകയുണ്ടായി. പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ പേരെടുത്ത് പറഞ്ഞും മുഖ്യമന്ത്രിയുടെ പേര് പറയാതെ വിമർശിച്ചുവെന്നാണ് വാർത്തകൾ പറയുന്നത്. വിമർശനവും സ്വവിമർശനവും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതുമായ സവിശേഷതയാണ്. പക്ഷേ ഇത്തരം വാർത്തകൾ വലതുപക്ഷ രാഷ്ട്രീയത്തെ വിശേഷിച്ച് കോൺഗ്രസിനെയും RSS BJPയെയും നിശ്ചയമായി എതിർത്തുകൊണ്ട് യഥാർത്ഥ ജനാധിപത്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന CPIMനെ തകർക്കാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എന്നാണ് ജയരാജൻ പറയുന്നത്. എന്നാൽ ഈ വാർത്ത അല്ലെങ്കിൽ സംസ്ഥാന സമിതിയിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്ന പ്രതികരണമോ പരാമർശമോ ഈ പോസ്റ്റിലില്ല. മറിച്ച് ഈ വാർത്ത പാർട്ടിയെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മാത്രമാണ് ജയരാജൻ ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പറയുന്നത്. RSS സഹകരണവുമായി ബന്ധപ്പെട്ട CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും നടന്ന ചർച്ചകൾ പുറത്തു വന്നത് പാർട്ടി നേതൃത്വത്തെ വലിയ തോതിൽ പ്രകോപിച്ചിരുന്നു. MV ഗോവിന്ദനും വാർത്താ സമ്മേളനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിന് ചുവടെയാണ് ഇപ്പോൾ ഈ പി ജയരാജനും സമാന നിലപാടുമായി രംഗത്തെത്തുന്നത്.